പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് സൂചിപ്പിച്ചതുപോലെ കൂടെ ഉണ്ടാകാറുള്ള ബഹുമാനപ്പെട്ട മാത്യു കരിപ്പാലച്ചൻ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഏതാനും ആഴ്ചയായിട്ടില്ല. പക്ഷേ താമസിയാതെ തന്നെ അച്ഛൻ വരുന്നതാണ്. ഈ ആഴ്ച ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും തിരക്ക് വന്നതുകൊണ്ട് അച്ഛൻ വരാൻ പറ്റിയില്ല. നമ്മൾ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ വിഷയങ്ങളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് സഭ അൽമായരോ എന്നാണ്. സഭ അൽമായരോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഇതിൻ്റെ ആദ്യ എഡിഷൻ പുറത്തിറങ്ങിയത്. ഈ പുസ്തകം പുറത്തിറങ്ങിയ ഉടൻ തന്നെ ആ മാസം തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ വേണ്ടി വന്നു. ഏതാണ്ട് ഒരു 6-7 മാസങ്ങൾക്കുള്ളിൽ 4 പതിപ്പുകൾ പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ്. ഇപ്രകാരം ഒരു പുസ്തകം മലയാളത്തിൽ അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല, വളരെ ചുരുക്കമായിട്ടാണ്. അപ്പോൾ ഇതിന് ആശംസ നൽകിയിരിക്കുന്ന അഭിമന്യ സൂസപാക്യം പിതാവ് തന്നെ ആശംസ എഴുതിയിരിക്കുന്നത് അൽമാരിയെ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങളും പഠനങ്ങളും വളരെ കുറവുള്ള മലയാളത്തിൽ ഇപ്രകാരം ഒരു ഗ്രന്ഥരചന നടത്തിയ ബിജുവിനെ അഭിനന്ദിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിതാവ് ആശംസ നൽകിയിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു പുസ്തകം കാര്യമായിട്ടില്ല. പക്ഷേ ഈ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ കത്തോലിക്ക സഭയിൽ 99% അൽമായരാണ്. 1% മാത്രമേ മാർപ്പാപ്പയും മെത്രാന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം ചേർന്നാൽ ഉള്ളൂ. ബാക്കി മഹാഭൂരിപക്ഷവും അൽമായരാണ്. അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽമായരാണെന്ന് പറയാൻ പറ്റുവോളം സഭയിൽ മഹാഭൂരിപക്ഷവും അൽമായരാണ്. അങ്ങനെ അൽമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, സഭയിലെ മാർപ്പാപ്പയും മെത്രാന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒഴികെ സഭയിലുള്ള ആ വിശ്വാസി സമൂഹത്തെയാണ് അൽമാരെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അൽമാരൊക്കെ സഭയിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്തെല്ലാം അവകാശങ്ങളുണ്ട്, ഒരൽമായന് എന്തുമാത്രം മഹത്വമുണ്ട് തുടങ്ങി ധാരാളം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പുസ്തകമാണിത്. കഴിഞ്ഞ 2 ആഴ്ചകളുമായിട്ട് ഓൺലൈനിൽ ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനം നടത്തി വരികയായിരുന്നു. അപ്പം ആ ധ്യാനത്തിൽ പങ്കെടുത്തവർക്ക് ഒത്തിരിയേറെ ബോധ്യങ്ങൾ ലഭിച്ചു എന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഒരു പ്രേരണ തോന്നി, ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതുവരെ പുസ്തകം കൈവശം കിട്ടിയിട്ടില്ലാത്തവർക്ക് ഈ പുസ്തകം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ യുഗത്തെ അൽമായ യുഗം എന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. കാരണം മറ്റ് കാലഘട്ടത്തേക്കാൾ ഉപരി അൽമായർ സഭയിൽ കൂടുതലായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നു. അൽമായരുടെ സഹായം സഭയ്ക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് പശ്ചാത്തലത്തിലാണ് ഈ ഒരു യുഗത്തെ അൽമായ യുഗമായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ 18 അധ്യായങ്ങളുണ്ട്. 18 അധ്യായങ്ങൾ ഉണ്ട്. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അൽമായതിൻ്റെ ശ്രേഷ്ഠത അറിയുക, അൽമാർക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങൾ സഭയിലുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളൊരു വചനമാണല്ലോ, കർത്താവിൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുന്നുള്ളത്. പുതിയ നിയമം അനുസരിച്ച് അൽമായർ അഭിഷിക്തരാണെന്ന് ഞാൻ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു അധ്യായത്തിലുണ്ട്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: അൽമായ അഭിഷിക്തരെ തൊട്ടുപോകരുത്. പിന്നെ അൽമായർക്ക് ഒരു പുതിയ പെന്തക്കോസ്ത, അതായത് അൽമായരെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ദൈവിക പദ്ധതിയായിരുന്നു 2ാം വത്തിക്കാൻ കൗൺസിൽ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് അൽമായർ വിശുദ്ധരാണ്. സഭയിൽ ഒരു പ്രത്യേക ചില സംഭവ വികാസങ്ങൾ കൊണ്ട്, അതെല്ലാം എന്താണെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ സംഭവ വികാസങ്ങൾ കൊണ്ട് അൽമായർ വിശുദ്ധരാകേണ്ട ആവശ്യമില്ല, അവർക്കത് പറ്റത്തില്ല. വൈദിക സന്യാസികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അവർ വിശുദ്ധരായാൽ മതി എന്നൊക്കെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, തിരുസഭയിലുള്ള എല്ലാവരും വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധനാകാൻ പറ്റും എന്നുള്ള പ്രബോധനമാണ് ഇപ്പോൾ സഭയ്ക്കുള്ളത്. അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാര്യമായിട്ട് ഇതിലുണ്ട്. പിന്നെ അൽമായർക്ക് എങ്ങനെ വിശുദ്ധരാകാം, അത് മനോഹരമായ അധ്യായമാണ്. പ്രായോഗികമായ വഴികൾ, എങ്ങനെ അൽമാർക്ക് വിശുദ്ധരാകാൻ പറ്റുമെന്ന് ഉള്ള പ്രായോഗിക വഴികൾ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ
വിവാഹത്തെ പലപ്പോഴും പലരും വിശുദ്ധ ജീവിതത്തിലുള്ള ദൈവത്തെ സ്നേഹിക്കാനുള്ള തടസ്സമായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെയല്ല, വിവാഹം ഒരു കൂദാശയായിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് വിവാഹം എന്ന് തെളിയിക്കുന്ന ഒരു അധ്യായത്തിലുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഭരണഘടന പല അവകാശങ്ങൾക്ക് നൽകുന്നത് പോലെ തിരുസഭയും വിശ്വാസികൾക്ക് അനേക അവകാശങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ അൽമാരുടെ പ്രവാചക ദൗത്യം, സഭയിൽ കാണപ്പെടുന്ന വിശ്വാസവും ധാർമ്മികവുമായ തെറ്റായ പ്രവണത കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഉചിതമായ രീതിയിൽ വിശ്വാസികളെയും അല്ലെങ്കിൽ സഭയുമൊക്കെ സഭാ ശുശ്രൂഷയുമൊക്കെ അറിയിക്കുക എന്നൊക്കെയുള്ള അവ മാറിപ്പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെയുള്ള ദൗത്യം അൽമായർക്കുണ്ട്. അതേക്കുറിച്ച് സഭയുടെ പ്രബോധനമുണ്ട്. അതൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു അധ്യായം ഇതിലുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട അങ്ങനെ പല അധ്യായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു അധ്യായം സഭാ ശുശ്രൂഷകൾ ആധുനിക ലോകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. കാരണം പലപ്പോഴും നമ്മൾ ശുശ്രൂഷ ചെയ്യുക അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുക എന്ന് പറയുമ്പോൾ ധ്യാനിപ്പിക്കുക, സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക, അല്ലെങ്കിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുക, അതുമല്ലെങ്കിൽ സഹനങ്ങൾ സമർപ്പിക്കുക, അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതുക, പുസ്തകം പ്രചരിപ്പിക്കുക, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഏഷ്യയിലെ സഭ എന്നുള്ള രേഖയിൽ വിശുദ്ധനായ ജോൺ പോൾ പാപ്പ നൽകുന്ന പ്രബോധനമാണ്. അവിടെ അദ്ദേഹം പറയുകയാണ്, അതിനകത്ത് മനോഹരമായിട്ട് അതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതേക്കുറിച്ച് രാഷ്ട്രീയം, സാമ്പത്തികം, വിദ്യാഭ്യാസം, വ്യവസായം, മാധ്യമങ്ങൾ, ശാസ്ത്രം, ടെക്നോളജി, കലകൾ, സ്പോർട്സ് എന്നിവയടങ്ങുന്ന സങ്കീർണവും വിശാലവുമായ ലോകമാണ് അൽമായ പ്രേക്ഷിതത്തിൻ്റെ വേദി. അപ്പം ഇങ്ങനെയുള്ളവരുടെ ഇടയിലൊക്കെ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യണം എന്നതുപോലെ തന്നെ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനായിക്കൊണ്ട്, ഒരു യഥാർത്ഥ കലാകാരനായിക്കൊണ്ട് സ്പോർട്സിൻ്റെ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, അങ്ങനെ പിന്നെ ബിസിനസ് നടത്തുമ്പോൾ അവിടെ ശരിയായ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശരിയായ രീതിയിൽ ക്രിസ്തീയ മൂല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ, അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു, അൽമാർ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ ജീവിതം കൊണ്ടും അവരുടെ വാക്കുകൾ കൊണ്ടും പ്രേക്ഷിത പ്രവൃത്തി ചെയ്യണം. അൽമാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവർത്തന മാർഗം അതാണ്. അപ്പം അനേക അൽമാരെ സംബന്ധിച്ച് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല, മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ അവിടുന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് വലിയ പ്രകാശം നൽകുന്ന ഒരു പഠനമാണിത്. ഇങ്ങനെ ധാരാളം പഠനങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്കത് അയച്ച് നൽകുന്നതാണ്. ഫോൺ നമ്പർ ഇതാണ്: 8111860062 8111860062. അപ്പോൾ സഭയിലെ അൽമായർ മഹാഭൂരിപക്ഷമാണെന്ന തിരിച്ചറിവിൽ, അവരുടെ നവീകരണത്തിലാണ് യഥാർത്ഥത്തിൽ സഭ നവീകരിക്കാൻ പോകുന്നുള്ള തിരിച്ചറിവിൽ, അവർ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ വരുംകാലങ്ങളിൽ സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ മുന്നോട്ട് നീങ്ങുവാൻ ഈ പുസ്തകം നമ്മളെല്ലാവരും സഹായിക്കും. അതിന് നിങ്ങളെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ഹല്ലേലൂയ.